പാവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രം രാത്രി വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് മെഴുകുതിരി വെട്ടത്തിൽ എല്ലാവരും ഇരിക്കുവാണ്. മാഷ് വിക്രമിനെ നോക്കുന്നുണ്ട്. വിക്രം, അമ്മേ എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം എന്താ എന്ന് പറഞ്ഞുകൊണ്ട് ടേബിളിനടുത്തേക്ക് പോവുകയാണ്. കമലാമ്മ വിക്രമിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. ചോറും വിളമ്പുന്ന സമയത്ത് വിക്രം ചോദിക്കുന്നുണ്ട്, അമ്മേ ഇന്നും ചോറാണോ? ഇന്നലെയും ചോറല്ലായിരുന്നു അമ്മേ, എന്താ ഇത്, ദോശയൊന്നും എന്താ ഉണ്ടാക്കാത്തതെന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം കമലാമ്മ പറയുന്നുണ്ട്, വിക്രം കറണ്ടില്ല, അതുകൊണ്ടാണ് ദോശയും ഇഡ്ഡലിയൊന്നും ഉണ്ടാക്കാത്തത്, നീ ഇപ്പോൾ ഇത് കഴിക്ക്. ഇത് കേൾക്കുന്ന മാഷിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മാഷ് ദേഷ്യം വന്ന് പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ കമലെ നിൻ്റെ മകൻ്റെ ഒരു ചോദ്യം, അവനക്ക് ചോറൊന്നും ഇറങ്ങത്തില്ല, ദോശയും ഇഡ്ഡലിയൊക്കെ ഇറങ്ങത്തുള്ളൂ. നിൻ്റെ മകൻ ആരാ? ഇത് ഹോട്ടലൊന്നുമല്ല ഇങ്ങനെ നേരം വന്ന് ഓർഡർ ചെയ്ത് കഴിക്കാൻ. ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് വല്ലതും അറിയാവോടാ? ഇവിടെ കറണ്ടും ഇല്ല, വെള്ളവുമില്ല. നീ കണ്ടില്ലേ ആ ഡോറിന് മുകളിൽ ഒട്ടിച്ചിട്ടുള്ള നോട്ടീസ്? കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ വീടങ്ങ് ഇടിച്ച് തകർക്കും അവർ. ഇതിനെല്ലാം കാരണക്കാരനാരാ? നീ ഒരുത്തനാ. അപ്പോഴേക്കും നമ്മുടെ വേദ പറയുന്നുണ്ട്, അച്ഛാ ആ ഭക്ഷണം കഴിച്ചോട്ടെ വിക്രം, എന്നിട്ട് സംസാരിക്കാം എന്ന് പറയാട്ടോ. അപ്പോഴേക്കും കമലാമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ സംസാരിക്കേണ്ട, നിന്നോട് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങൾ അമ്മയും അച്ഛനും മക്കളും തമ്മിലുള്ള പ്രശ്നമാണ്, ഇത് ഞങ്ങൾ തീർത്തോളാം എന്ന് പറയാണ്. ഇത് കേട്ട് മാഷിന് ദേഷ്യം വരുന്നുണ്ട്. മാഷ് കമലാമ്മയോട് പറയുന്നുണ്ട്, നീ എന്തിനാ കമലം ആ കുട്ടിയോട് ദേഷ്യപ്പെടുന്നത്? ആ കുട്ടി കാര്യമല്ലേ പറഞ്ഞുള്ളൂ. പിന്നെ നീ ആ കുട്ടിയെടുത്ത് ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെല്ലാം കാരണം നിൻ്റെ മകനാണ്. നിൻ്റെ മകന് വേണ്ടി നീ സംസാരിക്കുന്നു. അവൻ ചെയ്യുന്ന തെറ്റുകളൊന്നും നീ കാണുന്നില്ല. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അതെ അച്ഛ, ഒരു 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഇതിനെല്ലാം പരിഹാരം കണ്ടോളാം. ഞാൻ എന്താ തെറ്റാച്ച ചെയ്തത് എന്ന് ചോദിക്കട്ടോ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, എല്ലാം നിൻ്റെ തെറ്റ് തന്നെയാണ്. എനിക്കറിയാവോ, എനിക്കുണ്ടായിരുന്ന നിലയും വിലയും എല്ലാം പോയി. ഇപ്പോൾ ആളുകൾ എന്നെ കാണുമ്പോൾ ഓടുന്നു. എന്തുകൊണ്ടാണ്? ആ അശോകനെ പേടിച്ചുകൊണ്ട്. ഞാൻ ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി നാട് മൊത്തം നടന്നു, പക്ഷെ ആരും തരുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ അശോകനെ പേടിച്ച്. നമുക്ക് വീട് തന്നാൽ അശോകൻ്റെ ആളുകൾ അവരെ ഉപദ്രവിക്കുമെന്നുള്ള പേടി കൊണ്ട്. ഇതിനെല്ലാം കാരണക്കാരൻ ആരാടാ? നീയല്ലേ. നീ എന്തിനാടാ എന്നെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്നത്? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ശരി അച്ഛാ, അച്ഛൻ പറയുന്നത് ശരിയാ, എല്ലാത്തിനും കാരണക്കാരൻ ഞാൻ തന്നെയാ. ഇതിനുള്ള പരിഹാരവും ഞാൻ തന്നെ കണ്ടുകൊള്ളാം. അച്ഛൻ 2 ദിവസത്തേക്ക് ക്ഷമിക്കേ. ഇത് കേൾക്കുന്ന മാഷ് പറയുന്നുണ്ട്, 2 ദിവസത്തേക്ക് എന്തിനാടാ ഞാൻ ക്ഷമിക്കുന്നത്? നീ ഞങ്ങളെല്ലാം തെരുവിലേക്കിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ടാണോ? അതിനാണോ നീ ഇങ്ങനെ 2 ദിവസം ക്ഷമിക്കാൻ വേണ്ടി പറയുന്നത്? നിനക്കറിയാവോ, ഈ വീടെന്ന് പറയുന്നത് എൻ്റെ സ്വപ്നമാ. എത്ര കാലത്തെ സ്വപ്നമാണെന്നറിയോ? ഞാൻ ഭക്ഷണം കഴിക്കാതെയും എല്ലാത്തിനും ഞാൻ സ്വരുക്കൂട്ടി എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാവോ ഞാനിങ്ങനെ ഈ വീട് കെട്ടി ഉയർത്തിയത്. ഇതിൽ കിടന്ന് തന്നെ എനിക്ക് മരിക്കണമെന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ വീട് ഇടിച്ചു തകർക്കുമ്പോൾ നീ ആ കുഴിയിലിട്ട് എന്നെ അങ്ങ് മൂടിക്കോ എന്ന് പറയുക കേട്ടോ. ഇത് കേൾക്കുന്ന കമലാമ്മ കരയുന്നുണ്ട്. മാഷേ, എന്താ മാഷേ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയാണ്. മാഷ് പറയുന്നുണ്ട്, ഇങ്ങനെയല്ലാതെ ഞാൻ പിന്നെ എന്താ കമല പറയേണ്ടത്? ഇനി അത് മാത്രമേ ഉള്ളൂ നടക്കാൻ, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് അവിടെ നിന്നും പോവാണ്. അപ്പോൾ വിക്രമിനാണെങ്കിൽ മാഷ് ഇതെല്ലാം പറയുന്നത് കരഞ്ഞുകൊണ്ടാണ്. കണ്ണീരിങ്ങനെ ഒഴുകുന്നുണ്ട്, ഇതിനിടയിൽ കണ്ണീര് തുടയ്ക്കുന്നുണ്ട്. ഇത് കാണുന്ന വിക്രമിന് നല്ല സങ്കടം വരുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ കരയുന്നത് അവൻ കണ്ടിട്ടില്ല. വിക്രം പെട്ടെന്ന് തന്നെ തൻ്റെ റൂമിലേക്ക് പോവുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് വേദ ഒരു പ്ലേറ്റ് ചോറുമായി വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ചെല്ലുന്ന സമയത്ത് തന്നെ വിക്രം പറയുന്നുണ്ട്, നീ എന്തിനാ ഇതുമായിട്ട് ഇങ്ങോട്ട് വയ്ക്ക് വന്നത്? ഞാനിവിടെ സങ്കടപ്പെട്ടും ദേഷ്യം വന്നും രണ്ടും കൂടി കലർന്നൊരവസ്ഥയിലിരിക്കുന്ന സമയമാണ്. എൻ്റെ വായിലിരിക്കുന്നതൊന്നും കേൾക്കണ്ട. അച്ഛൻ താഴെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ബഹളം കേട്ട് അച്ഛൻ വരും, നീ അങ്ങോട്ട് പോ എന്ന് പറയാട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രം നീ എനിക്ക് വേണ്ടിയെങ്കിലും ഭക്ഷണം കഴിക്കണം. എന്താണെന്ന് വെച്ചാൽ നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നാൾ ഇവിടെ നിന്നത്. പിന്നെ കാട്ടിലകപ്പെട്ട ദിവസം അത്രയും ദിവസം എന്നെ നോക്കിയത് നീയാണ്. എനിക്ക് വിശക്കാതെയും എനിക്ക് ഭക്ഷണം തന്നും എനിക്ക് ദാഹത്തിന് ജലം തന്നും എല്ലാം എന്നെ സംരക്ഷിച്ചത് നീയാണ്. അതിൻ്റെ ഒരു കടപ്പാട് എനിക്ക് നിന്നോടുണ്ട്. എന്നെ വിചാരിച്ചിട്ടെങ്കിലും നീ ഭക്ഷണം കഴിക്കണമെന്ന് പറയാട്ടോ. പക്ഷേ നമ്മുടെ വിക്രം വാശി പിടിക്കുകയാണ്, എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട, എൻ്റെ മനസ്സിൽ ഇപ്പോൾ സങ്കടം മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് സങ്കടം വരത്തില്ല, പക്ഷേ അച്ഛൻ്റെ കണ്ണീര് എനിക്ക് കാണേണ്ടി വന്നു, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ശരിയാണ് വിക്രം പറയുന്നത്, എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കണം വിക്രം.
അച്ഛന് അത്രയും സങ്കടമുണ്ട്. ഏത് സമയം ഈ വീട്ടിൽ നിന്നും ഇറങ്ങി കൊടുക്കേണ്ടി വരുമെന്നുള്ളൊരു സങ്കടമാണ് അച്ഛന്. അത് വിക്രം മനസ്സിലാക്കണം. വിക്രമിനോടുള്ള ദേഷ്യം കൊണ്ടല്ല അത് പറയുന്നത്. പിന്നെ ഈ അശോകൻ എന്തിനാണ് നമ്മളോട് ഇതെല്ലാം ചെയ്യുന്നത്? അച്ഛനെ അറിയത്തില്ലല്ലോ. നിൻ്റെ ഭാഗത്താണ് ശരി. ഞാനിപ്പം നിന്നെ കാണുന്നത് ഒരു ദൈവത്തെ പോലെയാണ്. അത് എനിക്ക് നിന്നിലുള്ള സത്യം അറിയുന്നത് കൊണ്ട് മാത്രമാണ്. പക്ഷേ അച്ഛൻ ആ സത്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. നീ എത്രയും നല്ല മനുഷ്യനാണെന്ന് നിനക്ക് പോലും അറിയത്തില്ല വിക്രം എന്നൊക്കെ പറയാട്ടോ. ഇതെല്ലാം കേട്ട് നമ്മുടെ വിക്രം വേദയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതേ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ കമലാമ്മ വിക്രമിന് ചോറുമായി വേദ വരുന്നത് കണ്ടിട്ടില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ കമലാമ്മയും ചോറും വെള്ളവും എടുത്ത് വിക്രമിൻ്റെ റൂമിലേക്ക് വരികയാണ്. പക്ഷേ വേദ ഇതെല്ലാം ഈ സംസാരിക്കുന്നതെല്ലാം അവിടെ നിന്ന് നമ്മുടെ കമലാമ്മ കേൾക്കുന്നുണ്ട്. വിക്രം ചോറ് കഴിക്കാൻ കൂട്ടാക്കുന്നില്ലെന്ന് കാണുമ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രം നീ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും ഭക്ഷണം കഴിക്കേ. അമ്മ ഭക്ഷണം കഴിക്കാണ്ടാണ് ഇന്ന് അന്തി ഉറങ്ങുക. അത് നല്ലതല്ല. അമ്മയ്ക്ക് അസുഖങ്ങളൊക്കെ അല്ലേ, മെഡിസിനൊക്കെ കഴിക്കാനുണ്ട്. നീ ഭക്ഷണം കഴിച്ചോ എന്ന് ഞാൻ ചെന്ന് പറയുന്ന സമയത്ത് അമ്മയ്ക്ക് സന്തോഷമാവും. വിക്രം നീ ഇത് കഴിക്ക് വിക്രം പ്ലീസ് എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന വിക്രം വേദയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ആ ശരി ഞാനിത് കഴിക്കാം. നീ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയോ ഞാനിത് കഴിച്ചു എന്ന്. ആ പറയാം വിക്രം എന്ന് സന്തോഷത്തോടെ വേദ പറയാട്ടോ. അങ്ങനെ വിക്രം ഊണ് കഴിക്കുന്നുണ്ട്. ഇതേ സമയം വേദ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, വിക്രം നീ അശോകൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനിച്ചേ? നിനക്കറിയാലോ നമ്മുടെ അച്ഛൻ്റെ വിഷമം എത്ര പെട്ടെന്ന് നമുക്ക് ഇല്ലാതാക്കണം. നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. വിക്രം പറയുന്നുണ്ട്, അത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ആ ശരിയാണ്, പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം വിക്രം. ഇതെല്ലാം എനിക്കും സങ്കടമാവുന്നുണ്ട് ഇവിടെ എല്ലാവരുടെയും വിഷമം കാണുമ്പോൾ എന്ന് പറയട്ടോ. ഇതൊക്കെ നമ്മുടെ കമലാമ്മ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ കമലാമ്മ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. വിക്രമിൻ്റെ ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞ് വേദ പ്ലേറ്റുമായി താഴേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷേ അവിടെ ആരെയും കാണുന്നില്ല. വേദ നാലുപുറമൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അമ്മയെ കാണാത്തത് കൊണ്ട് തന്നെ വേദ പാത്രമെല്ലാം കഴുകി വെച്ച് അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. കമലാമ്മക്ക് ഉറങ്ങാൻ കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. മാഷ് ചോദിക്കുന്നുണ്ട്, കമലേ നീ എന്താ ഉറങ്ങുന്നില്ലേ? ഇല്ല മാഷേ, എനിക്ക് ഉറക്കം വരുന്നില്ല. ശരിയാ, എനിക്കും ഉറക്കം വരുന്നില്ല. കമലാമ്മ മാഷിനോട് ചോദിക്കുന്നുണ്ട്, മാഷ് പിന്നെ അശോകൻ്റെ കാല് പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചോ? അതെ കമലം, ഞാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞത് ശരി തന്നെയാ. അവൻ്റെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയുമ്പോൾ അവൻ കുറച്ചെങ്കിലും ഒരു ക്ഷമ വന്നാലോ. അവൻ ക്ഷമിക്കുമെന്ന് എനിക്കറിയില്ല. അവൻ്റെ ദേഷ്യം മുഴുവൻ നമ്മുടെ മകനോടാണ് എന്ന് പറയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, എനിക്ക് മാഷങ്ങനെ ഒരാളുടെയും കാൽ കീഴിൽ ചെല്ലുന്നത് എനിക്ക് ഇഷ്ടമല്ല മാഷേ. എനിക്കങ്ങനെ ആലോചിക്കാൻ കൂടി പറ്റത്തില്ല. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനും എൻ്റെ മക്കളും എൻ്റെ മരുമക്കളും കൂടെ അദ്ദേഹത്തിൻ്റെ കാലിൽ ചെന്ന് വീണ് മാപ്പ് അപേക്ഷിച്ചോളാം. എന്തായാലും മാഷ് പോണ്ട എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുന്ന മാഷ് പറയുന്നുണ്ട്, ഏയ് അതൊന്നും ആവശ്യമില്ല. നീയും നിൻ്റെ മക്കളും ചെന്നാലൊന്നും അവൻ അടങ്ങത്തില്ല. ഞാൻ ചെന്നാലും എന്താ പറയാന്നൊന്നും അറിയില്ല. എങ്കിലും പോയി നോക്കട്ടെ ഞാൻ. എന്തായാലും എൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നു. ഇനി എൻ്റെ വീട് എനിക്കും തിരികെ കിട്ടണം. അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും മാനവും അഭിമാനവും ഒക്കെ എൻ്റെ മകൻ തന്നെ നശിപ്പിച്ച് കളഞ്ഞു. ഇനി എനിക്കൊന്നും നോക്കാനില്ല എന്ന് കമലാമ്മയോട് പറയുന്നുണ്ട്. പിന്നീട് വിക്രം റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. വിക്രമിന് ഉറക്കം കിട്ടുന്നില്ല. വേദയും ഉറങ്ങുന്നില്ല. വേദ ഉറക്കം നടിച്ചങ്ങനെ കിടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് വേദ. പക്ഷേ വിക്രം ഇതൊന്നും കാണുന്നില്ല. വേദ ഉറങ്ങി എന്നുള്ള ഉറപ്പിച്ച് തന്നെ വിക്രം അവിടെ നിന്നും ബൈക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. നേരെ ചെല്ലുന്നത് അശോകൻ്റെ അടുത്തേക്കാണ്. അശോകൻ്റെ ആളുകൾ ഓടിച്ചെന്ന് അശോകനോട് പറയുന്നുണ്ട്, അതെ ആ വിക്രം വന്നിട്ടുണ്ട്. ഓ വരട്ടെ, ഞാനും അവനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്രം ആരുടെയും അനുവാദമൊന്നും കൂടാതെ തന്നെ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. വിക്രമിനെ കണ്ടതും അശോകൻ ഇരിക്ക വിക്രമ എന്ന് പറയുകയാണ്. വിക്രം അവിടെ സോഫയിലിരിക്കുന്നു. എടാ വിക്രം, ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എനിക്കറിയാം നിന്നെ എവിടെ അടിച്ചാൽ നിനക്ക് വേദനിക്കുമെന്ന്. നിൻ്റെ ഫാമിലിയെ തൊട്ടാൽ നിനക്ക് വേദനിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവരെ തൊട്ട് കളിച്ചത്. അതുകൊണ്ട് തന്നെ നീ എത്ര പെട്ടെന്നാണ് എൻ്റെ മുന്നിൽ ഹാജരായത്. നിന്നെ ഞാൻ എപ്പോഴോ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയാണ് അശോകൻ. വിക്രം പറയുന്നുണ്ട്, അതെ നിങ്ങളെന്തിനാ എൻ്റെ കുടുംബത്തെ തൊട്ട് കളിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് എന്നോട് തീർക്കുക, നമ്മൾ പേഴ്സണലായിട്ട്. പക്ഷേ
ഫാമിലിയിൽ ഇതിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു നിങ്ങൾക്ക്. നിങ്ങളുടെ മകനെ ഞാൻ എന്തിനു ഉപദ്രവിച്ചു എന്ന് നിങ്ങൾക്കറിയാം. അതിലെനിക്ക് ഒരു കുറ്റബോധവുമില്ല. അവൻ തെറ്റ് ചെയ്തു, അതിനുള്ള ഫലം ഞാൻ കൊടുത്തു, അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അശോകൻ പറയുന്നുണ്ട്, നിനക്ക് അത്രയ്ക്ക് ധൈര്യം, നിനക്ക് എത്രത്തോളം ധൈര്യമുണ്ടെന്ന് എനിക്കറിയാം. ഈ അശോകൻ്റെ നേരെ ഒരു വിരൽ പോലും ചൂണ്ടാൻ ഒരു ആളും ഇവിടെ ഇല്ല. ഒരു രാഷ്ട്രീയക്കാരുമില്ല. ആ സ്ഥാനത്താണ് നീ ഇപ്പോൾ അഭിമാനത്തോടെ നെഞ്ചുയർത്തി എൻ്റെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ തന്നെ നിനക്ക് എത്രത്തോളം ധൈര്യമുണ്ടെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഈ അശോകൻ്റെ ആരെങ്കിലും തൊട്ട് കളിച്ചാൽ അതിനുള്ള ആരും തന്നെ ജീവിച്ചിരിപ്പില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ അശോകൻ.